നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുട്ടികൾക്കൊക്കെ ബൺ വളരെ ഇഷ്ടമാണല്ലോ. എന്നാൽ ഇത് വളരെ വ്യത്യസ്തമായ ഒരു ബണ്ണാണ്, അവൽ ബൺ. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് തയ്യാറാക്കുന്നതിനായി ആദ്യം ഒരു ബൗളിൽ മൈദ എടുക്കുക. ഇത് ഏകദേശം 1.5 കപ്പ് മൈദയുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർക്കുക. ഇത് ഏകദേശം ഒരു 1/2 കപ്പോളം ചൂടുവെള്ളം, ഇളം ചൂടുള്ള വെള്ളം കൂടി ചേർത്ത് കുഴച്ചെടുക്കണം. അതിനുശേഷം 1 മണിക്കൂറോളം ഇത് പൊങ്ങി വരാനായി വെക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഫില്ലിംഗ് തയ്യാറാക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് അവൽ, ശർക്കര, അത് മധുരത്തിൻ്റെ ആവശ്യകത അനുസരിച്ച് ചേർക്കണം, ചിരകിയ തേങ്ങ, പിന്നീട് പരിപ്പ്, നമ്മൾ മിക്സറിലൊക്കെ ഇടില്ലേ ആ പരിപ്പ് എന്നിവ കൂടി ചേർത്ത് യോജിപ്പിക്കണം. ശർക്കരയിലെ വെള്ളം മതിയാകുന്നില്ലെങ്കിൽ അല്പം വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ബാളുകളാക്കി എടുക്കണം. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച മൈദ 2 മണിക്കൂറിന് ശേഷം ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ഒന്നുകൂടി ഒന്ന് കുഴച്ച് ഇതുപോലെ ആക്കി എടുക്കണം. ഇനി കൈവെള്ളയിൽ അല്പം വെള്ളം തടകണം. അതിനുശേഷം ഈ മാവിൽ നിന്നും കുറച്ച് എടുത്ത് പരത്തിയെടുക്കുക. ഇത് സ്റ്റിക്കി ആയതുകൊണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിനാണ് നമ്മൾ വെള്ളം തടകുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഓരോ ബാളും നിറച്ച് സീൽ ചെയ്തെടുക്കണം. ഇതുപോലെ നല്ലതുപോലെ ഒരു ബോളാക്കി എടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ്, എണ്ണയിലിട്ട് ഈ ബൺ പൊരിച്ചെടുക്കണം. ബാക്കിയുള്ള ഓരോ ബണ്ണും എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം. തീ അല്പം ലോ ഫ്ലെയിമിലാകാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഞാൻ ആദ്യം തയ്യാറാക്കിയപ്പോൾ ഇതിൻ്റെ ഒരു വശം ചെറുതായിട്ട് കരിഞ്ഞു പോയി. പിന്നീടാണ് ഞാൻ തീ കുറച്ചത്. ഒരു വശം മുരിഞ്ഞു കഴിയുമ്പോൾ ഇതുപോലെ തിരിച്ചിടുക. 2 വശവും നല്ലതുപോലെ മുരിഞ്ഞു. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. ഇത് അല്പം പോലും എണ്ണ കുടിക്കാത്ത ഒരു പലഹാരമാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഹെൽത്തിയുമാണ്. മാത്രമല്ല ഇതിൽ നിറച്ചിരിക്കുന്ന അവൽ, ശർക്കര, തേങ്ങ എന്നിവയൊക്കെ വളരെ ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യുന്നതാണ്. ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും നമസ്കാരം.